എനിക്ക് ഞാനൊന്നും പറയല്ല. ഇത് കാണണം. ഇത് കണ്ടാലേ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എന്തായാലും കാണാതിരിക്കല്ലേട്ടാ. അയ്യോ അമ്പട ഞാനേ. എന്നോട് കല്യാണം കഴിക്കാൻ ഞാനിവിടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആർക്കും കണ്ടുകൂടെ? ഇനിയിപ്പോൾ കല്യാണം കൂടി കഴിക്കാത്തതിൻ്റെ കുഴപ്പമുള്ളൂ. ഞാനിപ്പോൾ ഒരു സുന്ദരിയായി പെണ്ണെ പ്രേമിച്ചങ്ങനെ സുഖമായിട്ടങ്ങ് പോവുക. ഈ പ്രേമം പൊളിഞ്ഞ് എനിക്ക് താടി വളർത്തിയാൽ മതിയല്ലോ. പ്രേമം അങ്ങനെ സക്സസ് ആയല്ല. ആ പെണ്ണിനെ വളർത്തണം, പിള്ളേരെ വളർത്തണം. ഹോ എന്തൊക്കെ പാടാ. അല്ലെങ്കിൽ തന്നെ കല്യാണം തമാശാന്ന് വിചാരം. നിസ്സാര കളിയൊന്നുമില്ല. ഈ കല്യാണം കഴിക്കുന്ന പയ്യനേക്കാളും പെണ്ണിനേക്കാളും അവരുടെ മാതാപിതാക്കളെക്കാളും കൂടുതൽ ടെൻഷൻ വേറെ ആർക്കുണ്ട്? വേറൊരു ടീമിനുണ്ട്. പണ്ടൊക്കെ ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും അമ്മായിമാരും ആൻറ്റിമാരും ഒക്കെ കൂടി ഇങ്ങനെ താലപ്പൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണ്, എന്തൊരു ഐശ്വര്യമാണത് കാണാൻ. പക്ഷേ ഇന്നതാണ്. ഇന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ്. അവർ പറയുന്ന പോലെ നടക്കുള്ളൂ. ഞാൻ കൂടുതൽ പറയണമെന്നില്ല. നിങ്ങൾ കാണ്. അമ്പട ഞാനേ. ഈ കല്യാണം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ആര് വിളിച്ചാലും പോകണം, അറ്റൻഡ് ചെയ്യണം. വേറൊന്നുമല്ല, തിന്നണ കാര്യമല്ല ഉദ്ദേശിച്ചത്. അവിടെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കും. ഈ ഇടയ്ക്ക് ഞാനൊരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കണം. നാണില്ലടാ വിളിക്കാത്ത കല്യാണത്തിന് പോയെന്ന്. ഞാൻ അവരോട് ഒറ്റക്കാര്യം ചോദിച്ചുള്ളൂ. എടാ നമ്മൾ എവിടെയെങ്കിലും ഒരു ബസ് മറിഞ്ഞാൽ അപ്പം തന്നെ ഓടിച്ചെല്ലൂലേ? അതുപോലെ ഏതെങ്കിലും ഒരു വീടിന് തീ പിടിച്ചാൽ അപ്പം തന്നെ ഓടിച്ചെല്ലൂലേ? അതുപോലെ ഒരു അപകടം തന്നെയല്ലേ ഇത്. ഞാൻ ഓടിച്ചെന്നു. ഞാനപ്പോൾ അവിടെ ഓടിച്ചെന്നില്ലായിരുന്നെങ്കിൽ ആ രസകരമായിട്ടുള്ള സംഭവം കാണാൻ പറ്റില്ലായിരുന്നു. പാവം ചെറുക്കൻ്റെ കാര്യം ഓർത്തിട്ട് നിങ്ങളാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും എന്ന് നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് പറ. അമ്പടാ ഞാനേ. രമണി നിന്നെ വിളിക്കണ താലി കെട്ടാൻ. രമണി എന്തോന്നാ ഭയങ്കര ടെൻഷനായിട്ടാ. ഈ കല്യാണ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസം തന്നെ. ടെൻഷനായിരിക്കുള്ളൂ. അത് കൂട്ടാൻ വേണ്ടി എല്ലാ വീടുകളിലും ചില അമ്മാവന്മാരുണ്ടാവും. ഒരാവശ്യമില്ലാണ്ട് ഇങ്ങനെ വളവളാന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഒരു കസേര പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാത്ത ചില അമ്മാവന്മാർ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലും. ഈ കല്യാണം കനകമാല, കാണുന്നവൻ ഇമ്പമാല, കെട്ടുന്നവനോ കണ്ടമാല എന്നൊരു ചൊല്ലുണ്ട്. എന്നാലും ഞാൻ കണ്ട ഈ കാര്യം നിങ്ങൾ കൂടി ഒന്ന് കണ്ടാ കൊള്ളാം. അമ്പടാ ഞാനേ.
കല്യാണം എന്ന് പറഞ്ഞ നിസ്സാര സംഭവമല്ല. നമ്മൊരു രണ്ട് മനസ്സുകൾ ഒരുമിച്ച് ചേർന്ന് ഒരേ ശരീരമായി ഒരേ ആത്മാവായി ഊണിലും ഉറക്കത്തിലും സന്തോഷവും ദുഃഖവും എല്ലാം പങ്കുവെച്ച് ജീവിക്കണം എന്നാണ് പറയാം. ഇവിടെ ഈ ചെറുക്കൻ്റെ കാര്യം കേട്ട എൻ്റെ കാര്യം ഒന്ന് കണ്ടു നോക്കണം. 2 മാല കിട്ടി. ആ 2 മാല എന്ത് ചെയ്തു നിങ്ങളത് നോക്ക്. ഈ കല്യാണം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഓടിച്ച് അങ്ങോട്ട് കല്യാണം കഴിച്ച് പെണ്ണിനും കൊണ്ട് വീട്ടിലേക്ക് പോരാന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ മുൻപ് കുറേ ചടങ്ങുകളുണ്ട്. അത് അറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്ന മൂത്ത കാരണന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി വൃത്തിയായിട്ട് വേണം കല്യാണം കഴിക്കാൻ. നമുക്ക് പൈസ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കാം, അത് ധനനഷ്ടം വിഷയമില്ല, പിന്നെ ഉണ്ടാക്കാം. പക്ഷെ മാനം നഷ്ടപ്പെട്ടാലോ? മാനം നഷ്ടപ്പെട്ടാൽ വല്ലതും പറയാൻ പറ്റുമോ? എൻ്റെ പൊന്നോ അമ്പടാ ഞാനേ. കണ്ട, എൻ്റെ പേരെന്താണെന്നറിയോ? ശേഖരൻ. വെറും ശേഖരനല്ല, മുണ്ടക്കൽ ശേഖരൻ. ഒരു മുണ്ട് പോലും നേരെ ചെവ്വേ ഉടുക്കാൻ അറിയാൻ പാടില്ലാത്ത മുണ്ടക്കൽ ശേഖരൻ. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ അവസ്ഥയാണ്. കാരണം മലയാളികൾ കൂടുതലും മുണ്ടുടുത്തേ കല്യാണത്തിന് പോകാറുള്ളൂ, കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാറുള്ളൂ, മണവാളന്മാർ പ്രത്യേകിച്ച്. യൂറോപ്പിലാണെങ്കിൽ ഇത് സംഭവിക്കാറില്ല. കാരണം അവർ മുണ്ടുടുക്കാറില്ല, അതുകൊണ്ട് മുണ്ടുലിഞ്ഞ് പോകാറുമില്ല. അവരൊക്കെ സ്യൂട്ടും കോട്ടുമല്ലേ. പക്ഷെ വേറെ സംഭവമുണ്ട്. എന്ത് സ്യൂട്ടും കോട്ടും ആണെങ്കിലും അത് മര്യാദ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അമ്പട ഞാനേ. ഈ കല്യാണ ചടങ്ങുകൾ ഇപ്പോൾ പള്ളിയിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും പങ്കെടുക്കുന്നവരെല്ലാവരും അത് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പങ്കെടുക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ചില ഉപദേശികൾ വരും. പക്ഷെ എൻ്റെ പൊന്നോ, ഈ വിശന്നിരിക്കുന്ന വയറിന് മുമ്പിൽ ഉപദേശം വല്ലതും ഏക്കോ? എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ഉപദേശി വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും കണ്ണിന് ആനന്ദകരമായിട്ടുള്ള കുളിർമ നൽകിക്കൊണ്ടാണ് പോയത്. അമ്പട ഞാനേ. കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാണ്ടും പോരുന്നോടി. നമ്മുടെ കേരളത്തിലെ പല കല്യാണങ്ങളുടെയും തലേന്ന്, കല്യാണ തലേന്ന് എന്ന് പറയും. പല സ്ഥലങ്ങളിലും പലരും വെള്ളത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അതന്നെ, അത് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയാണ്. പക്ഷെ കല്യാണത്തിൻ്റെ ആ നിമിഷം എല്ലാവരും വെള്ളത്തിലാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ആ കല്യാണം നടക്കുന്ന മൂമെൻറ്റിൽ കെട്ടിക്കാൻ വന്ന അച്ഛനെ വരെ വെള്ളത്തിലിട്ടൊരു സംഭവം. ഇവിടെയല്ല, അങ്ങ് യൂറോപ്പിൽ. അമ്പട ഞാനേ. Forsaking all others, be faithful to him as long as you both shall live.
പണ്ടത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ കല്യാണം? പണ്ടത്തെ കല്യാണ ഫോട്ടോ കണ്ടറിയാം ആ കല്യാണത്തിൻ്റെ വൃത്തി അല്ല. അച്ഛൻ, അമ്മ, ചെറുക്കൻ, ഭാര്യ, കൂട്ടുകാർ എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട്. അതിൻ്റെ ഐശ്വര്യം ആ ഫോട്ടോ തന്നെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഏതെങ്കിലും ഒരു കല്യാണ ഫോട്ടോ കണ്ടറിയാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ അച്ഛനും അമ്മയും പെണ്ണും ചെറുക്കനും കൂട്ടുകാരും എല്ലാവരും ഇങ്ങനെ കോപ്രായങ്ങൾ കാണിച്ചാൽ നിൽക്കുക. അപ്പം തന്നെ അറിയാം രണ്ട് ജനറേഷൻ്റെ വ്യത്യാസം. കല്യാണം അടിച്ചു പൊളിക്കണം. ചിലർ അടിച്ചു പൊളിക്കാൻ തന്നെയാണ് കല്യാണത്തിന് പോകുന്നത്. അടിച്ചു പൊളിക്കണം, നല്ല കാര്യമാണ്. പക്ഷേ അടിച്ചു പൊളിക്കുമ്പോൾ ആലോചിക്കണം, മൊത്തം പൊളിച്ചേക്കരുത്. അമ്പടാ ഞാനേ ഈ കല്യാണം എന്ന് പറഞ്ഞെങ്കിൽ ഓരോ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും കല്യാണത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു ചെണ്ടക്കാരൻ്റെ കല്യാണമാണെങ്കിൽ പഞ്ചവാദ്യം, തായമ്പക, ശിങ്കാരിമേള, മൊത്തം ആളുകളുണ്ടാവും. അങ്ങനെ മൊത്തം അടിച്ച് പൊളിയായിരിക്കുള്ളൂ. അത് രസമായിരിക്കും, അത് അവരുടെ കല്യാണം. ഇപ്പോൾ ഒരു മിമിക്രിക്കാരൻ്റെ കല്യാണം എന്ന് ചോദിച്ചു, അവിടെ ലോകത്തുള്ള എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും വരും, സിനിമാക്കാരും വരും. അവിടെ ഒരു സ്റ്റേജ് ഉണ്ടാവും, അവിടെ എല്ലാവരും മിമിക്രി നിന്നിട്ട് ഭയങ്കര മിമിക്രി പരിപാടിയായിരിക്കും. ഒരു ഗാനമേളക്കാരൻ്റെ കല്യാണമാണെങ്കിൽ, ഒരു പാട്ടുകാരൻ്റെ കല്യാണമാണെങ്കിൽ എല്ലാ പാട്ടുകാരും വരും, പാട്ടും ഗാനമേളയും എല്ലാം അടിപൊളിയായിരിക്കും. നിങ്ങൾ ഈ സർക്കസുകാരൻ്റെ കല്യാണം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാനിപ്പോൾ ഒരെണ്ണം കണ്ട് കിടുങ്ങിപ്പോയി. സർക്കസുകാരൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ എന്തായിരിക്കും സർക്കസ്? അമ്പടാ ഞാനേ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ശരിക്കും മധുരകരമായിട്ടുള്ളൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിയുമ്പോൾ നമ്മൾ ഈ മധുരം പങ്കുവയ്ക്കുക എന്നൊരു ചടങ്ങ് വെക്കുന്നത്. വളരെ നല്ല കാര്യമാണ്, മധുരം പങ്കുവയ്ക്കണം. പക്ഷേ ഇങ്ങനെ മധുരം പങ്കുവയ്ക്കരുത്. അധികമായാൽ അമൃതം വിഷം. അമ്പടാ ഞാനേ മേരി, നീ മോങ്ങരുത്. നീ തന്നെയല്ലേ ആദ്യം അവൻ്റെ വായിൽ കേക്ക് കുത്തിക്കയറ്റി വെച്ചത്. അനുഭവിക്കടി. അല്ല പിന്നെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സുഖമുള്ളൊരു ഏർപ്പാടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ്. അവനൊരു പാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ കാരണം കല്യാണത്തിന് മുൻപ് അവനിങ്ങനെ പാടിക്കൊണ്ടാണ് നടന്നു. സുഖമൊരു ബിന്ദു. കല്യാണം കഴിഞ്ഞ് 2-ാം ദിവസം പാടാൻ തുടങ്ങി ദുഃഖമൊരു ബിന്ദു. എന്തായാലും ഈ സുഖവും ദുഃഖവും ഒക്കെ ചേർന്നതാണ് ഒരു വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം എന്ന് കരുതി ആരും ഈ ആഘോഷങ്ങൾക്ക് ഒരു കുറവും വരുത്താറില്ല. എന്തൊക്കെ ആഘോഷങ്ങളാണ്, എത്ര ആചാരങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ. Where would you go now? You belong dead, so take it slow now. 'Cause only you can pull it off. Only you can make it. Leave Marvin, leave Marvin. 'Cause the girls are sorry for
നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ എത്ര മനോഹരമായ ആചാരങ്ങൾ. അമ്പട ഞാനേ സവാരി ഗിരിഗിരി. നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് 100% ആത്മാർത്ഥതയോടും വൃത്തിയോടും കൂടി വേണം ചെയ്യാൻ. അങ്ങനെ കുറച്ച് പേരെ കാണുള്ളൂ. അത്തരത്തിലൊരാൾ ഇവിടെ ഉണ്ട്. അമ്പട ഞാനേ. ഈ കല്യാണത്തിന് മുമ്പ് ഒരു നാണം കെട്ട പരിപാടിയുണ്ട്, പെണ്ണ് കാണൽ ചടങ്ങ്. എല്ലാ വീട്ടിലും പോയി ചായയും കുടിച്ച് ഉണ്ടമ്പരം തിന്നിട്ട് വരും. കഷ്ടം. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയല്ലായിരുന്നു. പണ്ട് കാലങ്ങളിൽ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ ചെറുക്കൻ മറ്റുള്ളവരോട് യുദ്ധം ചെയ്ത് തോപ്പിച്ച് യോദ്ധാവായി വന്നിട്ട് വേണം പെണ്ണിനെ കൊണ്ടുപോകാൻ. എങ്ങനെയുണ്ട്? നമ്മുടെ ശ്രീരാമൻ വരെ സീതനെ കല്യാണം കഴിച്ചത് വില്ലൊടിച്ചിട്ടാ. പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ സമ്പ്രദായങ്ങളൊക്കെ മാറി. എങ്കിലും വിദേശ രാജ്യങ്ങളിൽ ആ സമ്പ്രദായം മാറിയിട്ടില്ല. അതങ്ങനെ. Should anyone here present know of any reason that this couple should not be joined in holy matrimony, speak now or forever hold your peace. I object. Michelle's a perfect woman, and you, sir, must prove your worth before your family, your friends, if you wish to marry that woman. So glad I could be here to ruin your wedding. Don't tell me you're gonna come take me over to have that briefcase again. Well, if I did, there's nothing you can do about it. Oh, not me. It's about her. ഈ കല്യാണത്തിന് നമ്മൾ വിളിക്കുന്ന അതിഥികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ കാര്യം പറഞ്ഞാൽ അന്തർമാൻ, സുലൈമാൻ, സൽമാൻ, റഹ്മാൻ ഇവരൊക്കെ ആയിരിക്കും നമ്മളുടെ അതിഥികൾ. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അതൊന്നുമല്ല. സ്പൈഡർമാൻ, സൂപ്പർമാൻ, ഹീമാൻ, ആമാൻ, ഈമാൻ അങ്ങനെ മാനുകളാണ്. നുണയല്ല, സത്യം. അമ്പട ഞാനേ. Come and join me at S.H.I.E.L.D. Burnish! Gotham needs you. I need you. Ever since I first watched you fight, you took a whole team of അയ്യോടാ,
കല്യാണത്തിൻ്റെ വിശേഷം പറഞ്ഞിരുന്നിരുന്ന് ലാപ്പിൻ്റെ ചാർജ് വരെ തീർന്നുപോയി. ഈ ലാപ്പേ ടോപ്പാ.